ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിൻ്റെ അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത്. കണ്ടില്ലേ? ഇവിടെ തർക്കിക്കാനല്ലല്ലോ വരുന്നത്. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. CBI അന്വേഷണത്തിൻ്റെതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ്. അന്വേഷണം ക്രമപ്രകാരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാവും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ആ നിലക്ക് നടക്കട്ടെ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാണ്. ഈ രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻ്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമല്ല. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDFിലെ CPIMനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും
കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. എനിക്ക് ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. അതായത് അവിടെ ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അത് രാവിലെ ഞാൻ എത്തി. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹവും നേരത്തെ എത്തുമെന്നായിരുന്നു. പക്ഷേ ഞാനവിടെ പരിപാടിക്ക് എത്തുന്നത് വരെ അദ്ദേഹം എത്തിയില്ല. പരിപാടി ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞ് അവർ പിന്നെ അധ്യക്ഷ പ്രസംഗം മാറ്റിവെച്ചുകൊണ്ട് ക്യാബിനറ്റ് യോഗം അതിന് ശേഷമുള്ളത് കൊണ്ട് എന്നെ ക്ഷണിച്ചു ഇതിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ഈ ഒരു മര്യാദകൾ കാണിക്കേണ്ടതായിട്ട് വരും. കാരണം കർണാടക മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുമ്പോൾ സ്വാഭാവിക നീതി ഞാനും കൂടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാബിനറ്റ് യോഗം ഉള്ളതുകൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് ഞാൻ ആദ്യം പറയുകയാണ്. ആ മീറ്റിംഗ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. നേരെ ക്യാബിനറ്റിലേക്ക് പോകലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മോഹൻലാലിൻ്റെ അമ്മ മരണപ്പെട്ട ഒരവസ്ഥയായതുകൊണ്ട് അവരെ ഒന്ന് കാണാമെന്ന് വെച്ച് നേരെ അവിടെ പോയി അവരെയും കണ്ട് ക്യാബിനറ്റിൽ പോയി. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ നിന്ന് നേരെ പോകേണ്ടി വരുന്നത് ധർമ്മടത്തേക്കാണ്. ധർമ്മടം മണ്ഡലത്തിലെ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന കെ നാരായണൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്നതിന് മുൻപ് ആ ബോഡി ഒന്ന് കാണുക എന്നുള്ള താല്പര്യത്തോടെ അവിടെ പോയി തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അങ്ങനൊരു വല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്നലത്തെ തീര. അതെ, അത് എൻ്റെ ശ്രദ്ധയിലും പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണല്ലോ. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ഈ ബുൾഡോസർ കാര്യങ്ങൾ വന്നാലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്നാലും സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല നമ്മളാരും പ്രതികരിക്കാറ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ രാജ്യത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റെവിടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അതിർത്തി നോക്കി പ്രതികരിക്കുക എന്നുള്ളതല്ല സാധാരണ രീതി. സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തെരുവാധാരമാക്കുന്ന നില വന്നപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് വന്നത്. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് കൃത്യമായി എന്താണെന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ. അത് ഏതാണ് അപേക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയേ പറയാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. അത് ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവേ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി.